നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. ശസ്ത്രങ്ങൾക്ക്, ആയുധങ്ങൾക്ക് എന്നെ മുറിപ്പെടുത്താൻ കഴിയില്ല. അഗ്നിക്ക് എന്നെ ദഹിപ്പിക്കാനാവില്ല. ജലത്തിന് എന്നെ നനയ്ക്കാൻ സാധ്യമല്ല. മാരുതന് എന്നെ ഉണക്കി ശോഷിപ്പിക്കാനും സാധ്യമല്ല. ശരീരത്തിനെ ആയുധങ്ങൾക്ക് മുറിവേൽപ്പിക്കാം, ദഹിപ്പിക്കാം, നനയ്ക്കാം, ഉണക്കി വരട്ടി ശോഷിപ്പിക്കാം. ഇതിനൊക്കെ പ്രകൃതിജന്യമായ വസ്തുക്കൾക്ക് സാധിക്കും, ഈ ശരീരത്തിനെ. പക്ഷെ ആത്മാവിനെ സാധിക്കില്ല. അപ്പൊ അവിടെ ഞാൻ എന്ന് പറയുന്നത് ആത്മാവിനെയാണ്. ഞാൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ എന്ന ആത്മാവിനെയാണ്, അല്ലാണ്ട് ഈ ശരീരത്തെ അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വസ്തുവിനും ആത്മാവിനെ യാതൊരു വിധത്തിലും സ്പർശിക്കാൻ പോലും സാധിക്കില്ല. അസ്പർശയോഗമാണ് ആത്മാവിനെ. ആത്മജ്ഞാനി വിജ്ഞാന ഘനരൂപമായ ആത്മാവായിട്ട് സ്വയം അറിയുന്ന വ്യക്തിയാണ്. അതിനാൽ ശരീരത്തിന് ഇല്ലാത്തതും ആത്മനിഷ്ഠവുമായ ഗുണങ്ങളാണ് ആത്മജ്ഞാനിയിൽ പ്രകടമായിട്ട് കാണുക. ശരീരത്തിന്റെ ഗുണങ്ങളല്ല, ആത്മഗുണങ്ങളാണ് പ്രകടമായി കാണുക. ശരീരത്തിന്റെ ജരാനരകളോ രോഗമോ ജ്ഞാനിയെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി വേവലാതിപ്പെട്ടാലല്ലേ അത് ബാധിക്കുള്ളൂ നമ്മളെ. അതിനെപ്പറ്റി വേവലാതിപ്പെടുന്നില്ല, അതുകൊണ്ട് അത് ബാധിക്കുന്നില്ല. ചിദ്രൂപമായ അമൃതത്വ കേന്ദ്രത്തിൽ അഭയം തേടിയ ആത്മജ്ഞാനിയുടെ വാക്കുകളാണ് ഇവിടെ കൃഷ്ണന്റെ വാക്കുകൾ. കൃഷ്ണൻ അദ്വൈതിയായി, ആത്മജ്ഞാനിയായി, ബ്രഹ്മജ്ഞാനി ആയിക്കൊണ്ടാണ് അർജുനനോട് ഉപദേശം കൊടുക്കുന്നത്. അല്ലാതെ ഒരു വെറും സഖി എന്ന രീതിയിലല്ല, ഒരു വെറും വ്യക്തി എന്ന രീതിയിലല്ല, ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിലല്ല കൊടുക്കുന്നത് ഉപദേശം. ആത്മാവിന്റെ ആത്മോപദേശമാണ് ശരിക്കത് കേൾക്കുന്നത് നമ്മൾ. നാരായണനുമായി തന്മയീഭാവം പൂണ്ട ഒരു നരന് മാത്രമേ ഇപ്രകാരം സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നാരായണൻ തന്നെ ആയിത്തീർന്ന ഒരു ആത്മജ്ഞാനിയാണ് അവിടെ സംസാരിക്കുന്നത് എന്നർത്ഥം. 24ാമത്തെ ശ്ലോകത്തിൽ ഇതിന്റെ തുടർച്ചയാണ്. അച്ഛേദ്യോയം അദാഹ്യോഹ്യം അക്ലേദ്യോയം അശോഷ്യ ഏവച നിത്യ സർവഗത സ്ഥാണു അജലോയം സനാതന. ഇത്രയും കാര്യങ്ങൾ ആത്മഗുണങ്ങളായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ 2 വരികളിലെ 23ാം ശ്ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാണ്, അടിവരായിട്ട് ഉറപ്പിച്ചു പറയാണ്. ഞാൻ അച്ഛേദ്യനാണ്, അദാഹ്യനാണ്, അക്ലേദ്യനാണ്, അശോഷ്യനാണ്. ആയുധങ്ങളാൽ ഛേദിക്കാൻ കഴിയാത്തതിനാൽ ഞാൻ അച്ഛേദ്യനാണ്. അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയാത്തതിനാൽ ഞാൻ അദാഹ്യനാണ്. ആപസ്സിന് നനയ്ക്കാൻ കഴിയാത്തതിനാൽ ഞാൻ അക്ലേദ്യനാണ്. വായുവിന് ശോഷിപ്പിക്കുവാൻ കഴിയാത്തതിനാൽ ഞാൻ അശോഷ്യനാണ്. അപ്പൊ അത് 23ാം ശ്ലോകത്തിൽ പറഞ്ഞത് ഒന്ന് അടിവരയിട്ട് ഉറപ്പിച്ചു പറയാണ്. പിന്നെ പറയണ് ഞാൻ നിത്യമാണ്, നിത്യ സർവഗത, വായുവിനെ പോലെ സർവശക്തനുമാണ്, സർവത്തിലും ഗമനം ചെയ്യുന്നവനായതിനാൽ സർവഗതനുമാണ്, സർവവ്യാപിയാണ് ഞാൻ. സ്ഥാണുവും അചലനും സനാതനനുമാണ് ഞാൻ. ഒരേ സമയത്ത് സർവവ്യാപിയുമാണ്, സർവഗതനുമാണ്, സ്ഥാണുവുമാണ്. ഒരേ സമയം അചലനുമാണ്, ചലിക്കുന്നവനുമാണ്. ഞാൻ സനാതനനാണ് എന്ന് ജ്ഞാനി തീർത്തു പറയുകയാണ്. ഈ പറയുന്നത് ആത്മാവിനെയാണ്, ശരീരത്തെ അല്ല. ശരീരം സനാതന അല്ല, അത് നശിച്ചു പോകും എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിനെല്ല പറയണം, ആ ആത്മാവിനെ ഒരിക്കലും നശിക്കാത്ത ആ പരമസത്യത്തെ തന്നെയാണ് ഞാൻ എന്നിവിടെ പറയുന്നത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദിയുടെ ഞാൻ ശരീരമാണ് എന്ന തീരുമാനത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇവിടെ ഞാൻ ആത്മാവാണ് എന്നുള്ള ആത്മജ്ഞാനിയുടെ നിലപാട്. ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എടുത്തു പറയുകയും ചെയ്യുന്നു. അതാണ് നിത്യാനിത്യ വിവേകം എന്ന് പറയുന്നത്. ശരീരം അനിത്യവും ചഞ്ചലവും ക്ഷണികവുമാണ്. ഇന്ന് വരും നാളെ പോവും. അതിന് സർവഗതമാകാൻ സാധിക്കില്ല. ആത്മാവ് നിത്യമാണ്, സർവഗതമാണ്, അചഞ്ചലനും സനാതനവുമാണ്. കാൾ യുങ് മുതലായ മനഃശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങൾ കളക്റ്റീവ് കോൺഷ്യസ്നസ്, ആർക്കിടൈപ്പുകൾ എന്നിവയിലൂടെ മനുഷ്യന്റെ സമഷ്ടി ബോധത്തെ കണ്ടെത്തുന്നു. ഒരു വ്യക്തിയുടെ ഏതാനും വർഷങ്ങളിലെ ശരീരം കൊണ്ട് മാത്രം നേടിയെടുക്കാവുന്ന ആനുഭവിക ജ്ഞാനത്തിന്റെ പിടിയിൽ ഒതുങ്ങാത്ത ഒരു ജ്ഞാനവും ഒരു ബോധവും ആ വ്യക്തിയിൽ ദർശനമായിട്ട് വന്നുദിക്കുക. ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തെക്കുറിച്ച് അനവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാലത്ത് വെസ്റ്റേൺ സയൻസിൽ. ഇവിടെ കിഴക്കുള്ളവരത് അതിനെ മിത്ത് എന്നും
മിസ്റ്ററി എന്നും അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കളയുമ്പോൾ വെസ്റ്റേൺ സയൻസിൽ അതിന് ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി കാൾ യൂങ്ങിന് ശേഷമുള്ള സൈക്കോളജി, പാരാസൈക്കോളജി മാത്രമല്ല മെഡിക്കൽ സയൻസും അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ റെഫറൻസസ് പറയാൻ വേണ്ടി പറയല്ല, പക്ഷെ അതാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത്, അങ്ങനെയുള്ള കാലത്ത് ഞാൻ ഈ ശരീരമല്ല, ഞാൻ സർവഗതനായ ആത്മാവാണ് എന്ന് തൻ്റെ സമഷ്ടി ബോധത്തെ ഊന്നിപ്പറയുന്ന കൃഷ്ണന്റെ ഗീതയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. ഒരു കുടമുടഞ്ഞാലും കുടത്തിലെ ആകാശം നശിക്കാത്തതുപോലെ, ഐൻസ്റ്റൈൻ പറഞ്ഞ പോലെ ബോക്സ് സ്പേസ്, ആ ബോക്സ് സ്പേസിലെ ആകാശം ഈ വലിയ പ്രപഞ്ചത്തിലെ ആകാശത്തോട് ലയിക്കുകയല്ലാതെ നശിച്ചു പോകുന്നില്ല എന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞില്ലേ? അതേ സാധനമാണ് ഘടാകാശത്തിലെ ആകാശം ചിതാകാശത്തോട് ലയിക്കുകയാണത്, രണ്ടും ഒന്നാണ് എന്ന് അദ്വൈതി പറയുന്നത് അതേ കാര്യമാണ്. ഒന്ന് ഇംഗ്ലീഷിൽ പറയണു, ഒന്ന് സംസ്കൃതത്തിൽ പറയണു എന്നേ ഉള്ളൂ. പക്ഷെ സംസ്കൃതം പറഞ്ഞിട്ട് പറയുന്നത് ഇംഗ്ലീഷിൽ ഐൻസ്റ്റൈനെ പോലുള്ളവരെ ഇത് കണ്ടെത്തുന്നതിന്റെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ ശരീരം നശിച്ചാലും ഇതൊരു കുടമാണ്. ഈ ശരീരം, ഈ ഘടത്തിന്റെ അകത്തിരിക്കുന്ന ആകാശം, ഈ എനർജി ഫീൽഡ്, ആകാശം അവിടെ എനർജി ഫീൽഡാണ്. ആ എനർജി ഫീൽഡ്, അത് ആ ആത്മാവ്, അതായത് അതിൽ ഈ ശരീരത്തിൽ മുഴുവൻ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ബയോ ഊർജ രൂപമായിട്ടുള്ള ഈ ജീവാത്മാവ് നശിക്കുകയല്ല ചെയ്യുന്നത്. ഈ ചിതാത്മാവില്, ഈ കോസ്മിക് എനർജിയിൽ ലയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് പോകുന്നില്ല, നശിക്കുന്നില്ല. അത് ആ തത്വമാണ് അവിടെ പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സത്യമാണ് അവിടെ പറയുന്നത്. 25-ാം ശ്ലോകത്തിൽ അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതും അർഹസി. ആദ്യത്തെ ശ്ലോകത്തിൽ, 11-ാം ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? അനുശോചിക്കേണ്ടാത്തതിനെ ചൊല്ലി നീ അനുശോചിക്കുന്നു. അതിന്റെ കാരണമാണ് ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ. അതാണ് നാനുശോചിതും അർഹസി എന്ന് 4-ാമത്തെ വരിയിൽ അത് പറയുന്നത്. ഞാൻ ഇന്ദ്രിയങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കാത്തവനാകയാൽ അവ്യക്തൻ എന്ന് വിളിക്കുന്നു. മനോബുദ്ധികൾക്ക് എന്നെ പൂർണ്ണമായി ചിന്തിച്ചറിയാൻ സാധിക്കാത്തവനാകയാൽ എന്നെ അചിന്ത്യൻ എന്ന് വിളിക്കുന്നു. വികാരങ്ങൾ അനുഭവിക്കാനുള്ള അംഗങ്ങളില്ലാത്തത് കൊണ്ട് എന്നെ അവികാരി എന്ന് പറയുന്നു. അപ്രകാരമുള്ള എന്നെ, ആത്മാവിനെ അറിയുന്ന പക്ഷം നീ ഈ ശരീരത്തിന്റെ മരണത്തിൽ ദുഃഖിക്കുകയില്ല. ഞാൻ ആത്മാവാണ് എന്ന് വിശ്വസിക്കുന്ന ആത്മജ്ഞാനിയുടെ വാദമുഖങ്ങളാണ് ഇവിടെ 11-ാം ശ്ലോകം മുതൽ 25-ാം ശ്ലോകം വരെ കൃഷ്ണൻ നിരത്തിവെച്ചത്. അർജുനൻ ഇവിടെ ഒരു ഭൗതികവാദിയെ പോലെയാണ് സംസാരിച്ചത്, അല്ലെ? ഞാൻ ശരീരമാണ് എന്ന് വിശ്വസിക്കുന്നു. ആ നിൽക്കുന്ന ഭീഷ്മരുടെയും ദ്രോണരുടെയും എല്ലാം ശരീരമാണ്, ആത്മാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും ഒരു ശരീരമാണ്, അവരും ഒരു ശരീരമാണ് എന്നുള്ളൊരു വിചാരം അർജുനന്റെ ഉള്ളിൽ കടന്നുകൂടി. അപ്പോ 26-ാം ശ്ലോകം മുതൽ ഇനിയിപ്പോ അഥവാ നീ ശരീരമാണ് ഞാനെന്ന് കരുതുന്നുണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിലും നീ ശരീരം നശിച്ചു പോകുന്നതിൽ ദുഃഖിക്കേണ്ടതില്ല എന്നുള്ള ഭൗതികവാദിയുടെ ഭാഗത്ത് നിന്നുള്ള വാദമുഖങ്ങൾ ചോദിക്കേണ്ട. ശരീരം വീണാൽ നീ ആത്മാവാണെന്ന് വിചാരിക്കുന്ന ആത്മജ്ഞാനിയും ദുഃഖിക്കേണ്ടതില്ല, ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുന്ന ശരീരബോധമുള്ള അനാത്മി ആയിട്ടുള്ള ഭൗതികവാദിയും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള കാരണങ്ങളാണ് 26-ാം ശ്ലോകം മുതൽ കൃഷ്ണൻ നിരത്തുന്നത്. തികച്ചും ആത്മീയമായ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാലും തികച്ചും ഭൗതികമായ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാലും ശരീരം വീണു പോകുന്നതിൽ, ശരീരം മരിച്ചു പോകുന്നതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതാണ് 26-ാം ശ്ലോകം മുതൽ ആ ഭൗതികവാദത്തിന്റെ നിലപാടിൽ നിന്നുകൊണ്ട് ശരീരം നശിച്ചു പോകുന്നതിൽ ദുഃഖിക്കാനില്ല എന്ന വാദങ്ങൾ നിരത്തുന്നു. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ അമൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. അല്ലെങ്കിൽ ഈ ആത്മാവിനെ നിത്യം ജനിക്കുകയും നിത്യം മരിക്കുകയും ചെയ്യുന്ന ഒന്ന് എന്ന്, ശരീരം എന്ന് നീ കരുതുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ പോലും മഹാബാഹോ, ജനന മരണങ്ങൾ സ്വാഭാവിക പ്രക്രിയയല്ലേ? അതറിവുള്ള നീ ദുഃഖിക്കാൻ യാതൊരു അവകാശവുമില്ലല്ലോ. ജനന മരണങ്ങൾ ഭൗതിക വസ്തുക്കളുടെ സ്വാഭാവിക പ്രക്രിയയാണ്, സ്വഭാവമാണ്. ഒരു വസ്തു അതിന്റെ സ്വഭാവം കാണിക്കുന്നതിൽ ആ സ്വഭാവം ഗ്രഹിച്ചവനായ ഒരു ശാസ്ത്രജ്ഞനെ അനുശോചിക്കാൻ എന്താണുള്ളത്? ഭൗതികവാദികൾ തങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണെന്ന് അഭിമാനിക്കുന്നവരാണ്. ആത്മീയവാദികളെല്ലാം തന്നെ അശാസ്ത്രീയമായി ചിന്തിക്കുന്നവരാണ് എന്ന് ഭൗതികവാദികൾ കരുതുന്നുമുണ്ട്. വസ്തുസ്വഭാവം പഠിക്കുന്നത് ഒരു ശാസ്ത്രരീതിയാണ്.
ജനന മരണങ്ങൾ വസ്തു സ്വഭാവമാണ് എന്ന് നിർണയിച്ചു കഴിഞ്ഞ ഒരു ശാസ്ത്രജ്ഞന്, ഒരു ഭൗതികവാദിക്ക് ആ വസ്തു സ്വഭാവത്തെ ചൊല്ലി ഇത്രയേറെ ദുഃഖിക്കേണ്ടതുണ്ടോ എന്ന് തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ ഇവിടെ കൃഷ്ണൻ തിരിച്ചു ചോദിക്കുകയാണ്. 17-ാം ശ്ലോകം മുതൽ 25-ാം ശ്ലോകം വരെ ഞാൻ എന്ന ആത്മാവിനെ പ്രതിനിധീകരിച്ച് പറയുമ്പോൾ ഭഗവാൻ ഞാൻ എന്ന പദം കൊണ്ട് അർജുനന്റെ ആത്മാവിനെയും സ്വന്തം ആത്മാവിനെയും സൂചിപ്പിച്ചു. അദ്വൈത ഭൂമികയിൽ നിന്നുകൊണ്ടാണ് അവിടെ ഞാൻ എന്ന് പറഞ്ഞത്. ഇനി 26-ാം ശ്ലോകത്തിൽ എത്തുമ്പോൾ അദ്വൈതത്തിൽ നിന്ന് ഭൗതികവാദത്തിന്റെ ദ്വന്ദ്വാത്മകതയിലേക്ക് ഭഗവാൻ പ്രവേശിക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ എന്നല്ല നീ എന്നാണ് ഉപയോഗിച്ചത് എന്ന് കാണുക. ത്വം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചത്, നീ എന്നാണ് പ്രയോഗിച്ചത്, ഞാൻ എന്നല്ല ഉപയോഗിച്ചത്. അവിടെ ദ്വന്ദ്വം പ്രയോഗിച്ചു. കാരണം ഭൗതികവാദത്തിൽ ദ്വന്ദ്വം ഉണ്ട്, ഞാനും നീയും എന്ന ദ്വന്ദ്വം ഭൗതികവാദത്തിലുണ്ട്. ഉൽപ്പത്തി, സ്ഥിതി, നാശം എന്ന 3 അവസ്ഥകൾ സർവഭൗതിക വസ്തുക്കൾക്കും ജീവജാലങ്ങൾക്കും നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നന്നായി ഗവേഷണം ചെയ്ത് പഠിച്ചറിഞ്ഞ ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞൻ ഈ 3 അവസ്ഥകളോട് നിർവികാരത പുലർത്തേണ്ടതല്ലേ, അനുശോചിക്കാമോ എന്നാണ് അവിടെ ചോദിച്ചത്.